കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ അച്ഛനും മകനും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. കപ്പാട് സ്വദേശികളായ തങ്കച്ചൻ, മകൻ അഖിൽ എന്നിവരാണ് മരിച്ചത്. ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. അയൽവാസികളാണ് ഇരുവരുടെയും മൃതദേഹം ആദ്യം കണ്ടത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് സംഭവം? ഉച്ചയോടെയാണ് അയൽവാസികൾ ഈ വീടിനുള്ളിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. മാക്കൽ തങ്കച്ചൻ 63 വയസ്സുണ്ട്. അതുപോലെ തന്നെ 29 വയസ്സുള്ള മകൻ അഖിൽ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വീടിനുള്ളിൽ രണ്ട് വ്യത്യസ്ത മുറികളിലായി ആണ് തൂങ്ങി മരിച്ചിരുന്നത്. ഈ മരണത്തിന് കാരണം അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു സൂചനകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല. പൊൻകുന്നം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ സംഭവത്തിൽ ഏതെങ്കിലും ദുരൂഹതകൾ ഉണ്ടായതായി പോലീസ് കണക്കാക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും സംഭവ സ്ഥലവും എല്ലാം പരിശോധിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി കപ്പാട് മനോലിയിലാണ് ഒരു വീട്ടിൽ അച്ഛനും മകനും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും തൂങ്ങി മരിച്ചത്. ശരി, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ് കോട്ടയത്തു നിന്നും വന്നിരിക്കുന്നത്.